ഹായ് ഫ്രണ്ട്സ്, പ്രസൻറ്റേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത്, ഫ്രൈഡ് ചിക്കൻ. ഇനി കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ വളരെ ഈസിയായി തയ്യാറാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് സോയാ സോസ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു 1 ടേബിൾ സ്പൂണ്, സോൾട്ട് ഒരു 1/4 ടീസ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂണ്, ഒരു പെപ്പർ പൗഡർ 1 ടീസ്പൂണ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനിത് വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനിൽ മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, അരിപ്പൊടി 1/4 കപ്പ്, പാൽപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കോട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 2 ചിക്കൻ പീസസിൻ്റെ കോട്ടിംഗ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം നമ്മുടെ എണ്ണയിലേക്ക് ഓവർലോഡ് ചിക്കൻ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ 2 ചിക്കൻ പീസസിൻ്റെ കോട്ടിങ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ചിക്കൻ എടുത്ത് മിക്സിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് കോട്ട് ചെയ്യുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെക്കൻഡ് കോട്ടിംഗ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആകെ 2 ചിക്കനല്ലേ ഫസ്റ്റ് കോട്ടിങ്ങിന് ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അരിക്കുന്നില്ല. നിങ്ങൾ ആ പൊടിയുടെ മേളിൽ ഒത്തിരി ചിക്കൻ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പൊടിയുടെ മേളിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. അത് ആ ഫസ്റ്റ് മേളത്തെ പൊടി മാത്രം എടുത്ത് കണ്ടോ ഇതുപോലൊന്ന് അരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിന് ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞ ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം. ഒരു 3 സെക്കൻഡ് അല്ല ഒരു 4 സെക്കൻഡ്, നമ്മൾ 1 2 3 4 എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡിൽ അളവിൽ നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്നോടെ ആ മിക്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ പുറത്തോട്ട് ഈ മിക്സ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നോടെ ഈ മിക്സ് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് ശക്തിയായിട്ട് പ്രസ് ചെയ്യരുത്, എന്നാലും ഒരുവിധം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം.
എന്നിട്ട് പിന്നെയും ആ പൊടികൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയോടുകൂടെ നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. എന്നാലേ നമ്മുടെ ചിക്കനിൽ ആ ക്രംസൊക്കെ നന്നായിട്ട് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ പൊടികളിട്ട് അതങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് ക്രംസൊക്കെ വരും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ ക്രംസൊക്കെ വന്നത് കണ്ടോ. ഇനി ഇതുപോലെ നമുക്ക് മറ്റേ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യാം. നന്നായിട്ട് തിളച്ച എണ്ണയായിരിക്കണം ഇത്. അതുമല്ല, ചിക്കൻ മുങ്ങിക്കിടക്കാൻ തക്കവണ്ണം വേണം നിങ്ങൾ എണ്ണ എടുക്കാനായിട്ട്. എണ്ണ തിളച്ച ശേഷം അത് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ കോട്ടിങ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ക്രംസൊക്കെ വന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.